പുതിയ നിയമത്തിൽ കാണാൻ പറ്റും പൗലോസ്ലീഹായുടെ മാനസാന്തരം. പൗലോസ്ലീഹ ദമാസ്കസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി അധികാരപത്രം സ്വന്തമാക്കിക്കൊണ്ട് അവൻ പോകുന്ന വേളയിലല്ലേ ഒരു മിന്നലോളി അവൻ്റെ കണ്ണുകളിൽ പതിച്ചവൻ താഴെ വീഴുന്നത്, അവൻ അന്ധനായിട്ട് മാറുന്നത്. പൗലോസ്ലീഹ യഹൂദ നിയമത്തോടുള്ള തീക്ഷ്ണതയെ പ്രതി അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൻ വിചാരിക്കണത് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവൻ വിചാരിക്കണത്, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നന്മയാണെന്നാവും വിചാരിക്കണത്. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നന്മയാണെന്ന ധാരണയിൽ നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കും. നന്മയാണെന്ന ധാരണയിൽ നമ്മൾ ചിലപ്പോൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കും. ചില ലോകം മുഴുവൻ പറയും ഇതാണ് നന്മ എന്ന് പറയും, ഇതാണ് ശരിയെന്ന് പറയും. ലോകം പറയുന്നതെല്ലാം ദൈവമക്കളുടെ മുമ്പിൽ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5:20 വാക്യം, യെശയ്യാ 5:20, നുണയുടെ കയറ് കൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന ഒരു ദുരിതം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ചിലരെ കണ്ടിട്ടുണ്ട് നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ കൂട്ടുപിടിക്കണത് ദൈവവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ദൈവവചനത്തെ പോലും ചിലപ്പോൾ കൂട്ടുപിടിക്കും. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വചനത്തെ ദുർവ്യാഖ്യാനിച്ച് പാപങ്ങൾക്ക് മറപിടിക്കുന്ന അനേകം പേരുണ്ട്. തിന്മയെ നന്മയെന്ന് വിളിക്കുന്നവന് ദുരിതം, നന്മയെ തിന്മയെന്ന് വിളിക്കുന്നവന് ദുരിതം. ഹല്ലേലൂയ. യേശുവേ ആരാധന. പൗലോസ്ലീഹ ചെയ്യുന്ന കാര്യം കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന ധാരണയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അകൃത്യങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കർത്താവ് അവൻ്റെ വഴിയിൽ വന്നു, അവൻ്റെ കണ്ണുകളിൽ ഒരു മിന്നലൊളി പതിച്ചു, അത് അവനെ താഴെയിട്ടു, അവൻ അന്ധനായിട്ട് മാറി. ആ അന്ധതയിൽ അവൻ ദൈവത്തെ കണ്ടു. ഒരു സ്വരം കേട്ടു, സാവുൾ സാവുൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു, സാവുൾ സാവുൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരു കാര്യം ചോദിക്കട്ടെ, സാവുൾ എപ്പോഴെങ്കിലും കർത്താവിനെ പീഡിപ്പിച്ചോ? സാവുൾ കർത്താവിനെ എപ്പോഴെങ്കിലും പീഡിപ്പിച്ചോ? എപ്പോഴെങ്കിലും വേദനിപ്പിച്ചോ? അവർ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവാനുള്ള സാധ്യത അറിഞ്ഞുകൂടാ. സുവിശേഷത്തിൽ അത് പറയുന്നില്ല. സാവുൾ ഒരിക്കലും കർത്താവിനെ പീഡിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കർത്താവ് പറയണത് നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നത്? ഇങ്ങനെ കർത്താവ് എങ്ങനെയാണ് പറയണത്? സാവൂൾ പീഡിപ്പിച്ചത് മുഴുവനും സഭയെ ആയിരുന്നേ, ക്രിസ്ത്യാനികളെ ആയിരുന്നേ. സഭയെ പീഡിപ്പിച്ചപ്പോൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ ആ വേദന അത് അനുഭവപ്പെട്ടത് കർത്താവിൻ്റെ നെഞ്ചിലായിരുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കാരണം സഭ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശരീരമാണ്. എഫേസോസ്കാർക്ക് ലേഖനം 1:21 വാക്യം, സഭ കർത്താവിൻ്റെ ശരീരമാണ്. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. സഭയെ തൊട്ടപ്പോൾ, ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചപ്പോൾ ആ വേദന അനുഭവപ്പെട്ടത് കർത്താവ് തൻ്റെ ശരീരത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മളെല്ലാവരും ഈശോയാകുന്ന ഏക ശരീരത്തിലെ അവയവങ്ങളാണ്. ഇരിക്കുന്ന എല്ലാവരും, തിരുസഭ മുഴുവനും ഈശോയാകുന്ന ഏക ശരീരത്തിലെ അവയവങ്ങളാണ്. സഭയെ പീഡിപ്പിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുമ്പോൾ ആ വേദന അത് ചെന്ന് കൊള്ളുന്നത് അത് കർത്താവിൻ്റെ നെഞ്ചിലാണ്. നമ്മൾ നമ്മുടെ അയൽപ്പക്കക്കാർ വേദനിപ്പിക്കുമ്പോൾ, ജീവിത പങ്കാളി വേദനിപ്പിക്കുമ്പോൾ, മാതാപിതാക്കന്മാർ സഹോദരങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, അയൽപ്പക്കാർ വേദനിപ്പിക്കുമ്പോൾ, സഹായം അർഹിക്കുന്നവരെ കണ്ടിൽ നിന്ന് നടിക്കുമ്പോൾ ആ വേദന ചെന്ന് കൊള്ളണത് കർത്താവിൻ്റെ നെഞ്ചിലാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. പൗലോസ്ലീഹ അന്ധനായി തീർന്നപ്പോൾ അവന് കാഴ്ച ലഭിച്ചു. ചിലപ്പോൾ അന്ധതയിലാണ് നമ്മുടെ കാഴ്ച തെളിയണത്. നമുക്ക് ഒരുപക്ഷെ കാഴ്ച തെളിയാൻ വേണ്ടി കർത്താവ് ചിലരെ അന്ധരാക്കി മാറ്റും. ഒരുപക്ഷെ എല്ലാം ഭംഗിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കർത്താവിനെ കാണാൻ പറ്റിയെന്ന് വരില്ല. എല്ലാം സുഖമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈശോയെ കാണാൻ പറ്റിയെന്ന് വരില്ല. എല്ലാം ഒരു കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും ഒരുപോലെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് പോകുമ്പോൾ കർത്താവിൻ്റെ വചനത്തെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അതിലൊരു വ്യത്യാസം വരുമ്പോൾ, ഒരു സഹനം ഉള്ളിൽ കയറുമ്പോൾ, ഒരു പ്രതിബന്ധം വരുമ്പോൾ, ഒരു സഹനം വീഴുമ്പോഴായിരിക്കും ഈശോയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 71 ഇങ്ങനെ പറയണത്, സഹനങ്ങൾ എനിക്ക് ഉപകാരമായി, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലമാണ് കർത്താവിൻ്റെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു. ദാവീദ് രാജാവിൻ്റെ വാക്കുകളാണ്. ഒരുമിച്ച് പറയാവൂ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലമാണ് കർത്താവിൻ്റെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചത്.
എൻ്റെ ജീവിതത്തിൽ ചില ദുരിതങ്ങൾ വന്നുകൊണ്ടാണ്, ചില സഹനങ്ങൾ വന്നുകൊണ്ടാണ് എനിക്ക് വചനം മനസ്സിലായത്. ഈ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചത് അത് ഈ സഹനത്തിലൂടെ, ഈ ദുരിതത്തിലൂടെയാണ്. ദാവീദ് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, അന്ധത കൊടുത്തുകൊണ്ട് കർത്താവ് പൗലോസ്ലീഹായുടെ കണ്ണുകളെ തുറന്നു. അവൻ തീക്ഷ്ണ അപ്പസ്തോലനായിട്ട് മാറി. പാപം പെരുകിക്കൊണ്ടിരുന്ന അവൻ്റെ ഹൃദയത്തെ, അവൻ്റെ ജീവിതത്തെ കർത്താവ് അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തി. അവൻ്റെ വഴിയിൽ ഒരു തടസ്സം വെച്ചുകൊണ്ട് കർത്താവ് അവനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ.